ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പം ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് വരുന്നത്. ഒരു കീ ലൈറ്റ്, ഫിൽ ലൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷൻ എന്തെങ്കിലും ചെയ്യാൻ വേണമെങ്കിൽ ടേബിൾ ലാമ്പോ സ്പീക്കറോ എന്തെങ്കിലും വെക്കാം. വോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഫ്രെയിംസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഞാൻ പിന്നെ ക്യാമറ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്യാമറ വെക്കും. നിങ്ങൾക്ക് ട്രൈപോഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെ മേളിൽ ബുക്കോ ബോട്ടിലോ എന്തെങ്കിലും വെച്ചിട്ട് അതേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ടാബ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് മാജിക് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ഐഫോൺ എനിക്ക് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം, ടാബ് എനിക്ക് കൺട്രോളറായിട്ട് യൂസ് ചെയ്യാം. അഥവാ നിങ്ങളുടെ ടാബില്ല, വേറൊരു പഴയ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്ലാക്ക് മാജിക് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺട്രോളറായിട്ട് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് എണ്ണീറ്റ് ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പോസ് പ്ലേ എല്ലാം നമുക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതേ തന്നെ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് അപ്പം ഇതാണ് ആ സെറ്റപ്പ് വരുന്നത്. സോ അപ്പം ഞാൻ ഇതാണ് ഇവിടെ 2 ലൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. ഇങ്ങനെയാണ് ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പ്. കോൺഫിഗറേഷൻ തുടങ്ങുന്ന ടൈമിൽ ഒരുപാട് പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ 2000 രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി പ്രോ ലെവലിൽ നിങ്ങൾക്കാണെങ്കിൽ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ ലൈറ്റ് ഇല്ല, എൻ്റെ മൈക്കില്ല, ട്രൈപോഡ് ഇല്ല എന്ന് പറയുന്നവർ ഇനിയും ഇത്രയ്ക്ക് അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല ക്ലാരിറ്റിയിൽ. സോ നിങ്ങൾ ഇനി മടി പിടിച്ചിരിക്കേണ്ട, പോയി കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്തു.